Hello my dear learners. ഈ വീഡിയോയിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ യൂണിറ്റ് 4 ലേസസ് ഫെയർ തിയറി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലേസസ് ഫെയർ എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ഫിലോസഫിയാണ്. ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു എന്താ പറയുക ഇക്കണോമിക് ഫിലോസഫിയാണ്. ഇവർ ഒപ്പോസ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ എതിർത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മൂവ്മെൻറ്റ്, ലേസസ് ഫെയർ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ പറയുന്നത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഫ്രഞ്ച് ഫിസിയോക്രാറ്റ്സ് ഹു ഫ്ലറിഷ്ഡ് ഇൻ ഫ്രാൻസ് ഫ്രം അബൌട്ട് 1756 to 1778. 1756 മുതൽ 1778 വരെ ഫ്രാൻസിലുണ്ടായിരുന്ന ഫിസിയോക്രാറ്റ്സ് ആണ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലേസസ് ഫെയർ മീൻസ് അലൗഡ് ടു ഡു. ലേസസ് ഫെയർ എന്ന് ഫ്രഞ്ച് ടേമാണ്, അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് അലൗഡ് ടു ഡു, അത് ചെയ്യാൻ അനുവദിച്ചാലും എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇതിൽ അവർ പറയുന്നത് ഇക്കണോമിക് സക്സസ് ഈസ് ഇൻഹിബിറ്റഡ് വെൻ ഗവൺമെൻറ്റ്സ് ആർ ഇൻവോൾവ് ഇൻ ബിസിനസ് ആൻഡ് മാർക്കറ്റ്സ്. അതായത് ഗവൺമെൻറ്റ്സ് ഈ മാർക്കറ്റിലും ബിസിനസ്സിലൊന്നും ഇടപെടരുത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ദ പോളിസി ഓഫ് ലേസസ് ഫെയർ റിസീവ് സ്ട്രോങ് സപ്പോർട്ട് ഇൻ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എസിറ്റ്. അതായത് ഈ ഒരു ലേസസ് ഫെയർ തിയറിയെ ക്ലാസിക്കൽ ഇക്കണോമിക്സ്, ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് ഇവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി ഈ ഫ്രീ ട്രേഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ടു ഫ്രീ ട്രേഡ് വാസ് പ്രൊട്ടക്ഷൻ ഗിവൺ ടു നേറ്റീവ് മാനുഫാക്ചേഴ്സ് ബൈ ടാരിഫ്സ് ആൻഡ് ഈവൻ ബൈ അബ്സല്യൂട്ട് പ്രൊഹിബിഷൻ. അതിൽ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ചെയ്യാനായിട്ടാണ്. നേറ്റീവ് മാനുഫാക്ചേഴ്സിന് ഫ്രീ ആയിട്ട് അവരുടെ കച്ചവടം ചെയ്യാനായിട്ട്. ദ പർപ്പസ് ഓഫ് ദ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ വാസ് ടു ഫോൾഡ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ നേറ്റീവ് ഇൻഡസ്ട്രീസ്, ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും നേറ്റീവ് ഇൻഡസ്ട്രീസിനെ, അവരവരുടെ രാജ്യങ്ങളിലുള്ള ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുക. അടുത്തത് ആ സ്റ്റേറ്റിൻ്റെ, അതത് സ്റ്റേറ്റുകളുടെ റവന്യൂ വർദ്ധിപ്പിക്കുക. ഇതായിരുന്നു ഇതിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 19th century ഒക്കെ ആയപ്പോഴത്തേക്കും ദിസ് പോളിസി ആൻഡ് ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ്. അത് പിന്നീട് അധികം എന്താ പറയുക, അതിന് ആ ഒരു ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന അത്ര ശ്രദ്ധ കിട്ടാതെയായി. ആൻഡ് ഫസ്റ്റ്ലി ബിക്കോസ് ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ഹാഡ് ക്രോസ് ദ സ്റ്റേജ് ഓഫ് ഇൻഫാൻസി ആൻഡ് നീഡഡ് മോർ പ്രൊട്ടക്ഷൻ. കാരണം 19th century ഒക്കെ കഴിയുമ്പോഴേക്കും ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിന് കുറച്ചും കൂടി അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് വന്നു. രണ്ടാമത്തേതായിട്ട് ദ പർപ്പസ് ഓഫ് റേസിംഗ് റവന്യൂ വാസ് ഓൾസോ ലോസ്റ്റ്. റവന്യൂ റേസ് ചെയ്യിക്കുക എന്നുള്ളതും നഷ്ടമായി. കാരണം ഇതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോളിസിയെ വീണ്ടും എന്ത് ചെയ്യണം, ഹാമ്പർ ചെയ്യേണ്ടതായിട്ട് വന്നു. ദെർഫോർ പ്രൊട്ടക്ഷൻ ഫോർ നേറ്റീവ് മാനുഫാക്ചേഴ്സ് വാസ് ടു ബി അബാൻഡഡ്. അപ്പോൾ നേറ്റീവ് മാനുഫാക്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവർക്ക് അത് ഒഴിവാക്കേണ്ടതായിട്ടും വരെയുണ്ടായി. ഇനി പല സ്റ്റേജസിലൂടെയാണ് ഈ ഒരു തിയറി മുന്നോട്ട് പോയിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടേക്കൺ ബൈ വില്യം പിറ്റ് ഇൻ 1786 വെൻ ഹി കൺക്ലൂഡഡ് എ കമേഴ്ഷ്യൽ ട്രീറ്റി വിത്ത് ഫ്രാൻസുമായിട്ട് വില്യം പിറ്റ് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ഇതിൽ പറയുന്നത് ഫ്രീ ട്രേഡ് വാസ് സ്ട്രക്ട് ബൈ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ സൈൻ ചെയ്തു എങ്കിലും ഈ ഫ്രീ ട്രേഡ് എന്നുള്ളത് എന്താ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്കും ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. 1820 ലണ്ടൻ മെർച്ചൻസ് പ്രസൻറ്റഡ് ടു പാർലമെൻറ്റ് എ പെറ്റീഷൻ. ലണ്ടൻ മെർച്ചൻസ് പാർലമെൻറ്റിൻ്റെ മുമ്പാകെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. ദാറ്റ് അനൗൺസിയേറ്റഡ് ആൻഡ് ഏർജ് ദ അഡോപ്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീ ട്രേഡ്. അപ്പോൾ അവരുടെയും ആവശ്യം ഫ്രീ ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ റെസ്ട്രിക്ഷൻസും, ഇമ്പോർട്ടിങ്ങിലുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും മാറ്റണം എന്നുള്ളതായിരുന്നു അതിൽ പറയുന്നത്. പിന്നെ എക്സ്പോർട്ട് ഓഫ് നേറ്റീവ് വൂൾ വാസ് അലൗഡ്. അങ്ങനെ ഈ പെറ്റീഷൻ അനുസരിച്ച് 1824 നേറ്റീവ് വൂളിൻ്റെ എക്സ്പോർട്ട് അനുവദിച്ചു. ആൻഡ് ദ ഡ്യൂട്ടി ഓൺ ഫോറിൻ ഗുഡ്സ് വാസ് റെഡ്യൂസ്ഡ്. ഫോറിൻ ഗുഡ്സിൻ്റെ ഡ്യൂട്ടി 50-ൽ നിന്നും 50-ൽ നിന്നും 15 കുറച്ചു.
In 1820s, policy of Huckisson greatly contributed to the cause of free trade. 1820-ൽ ഹക്കിസൻ്റെ ഈ ഒരു പോളിസി ഈ ഫ്രീ ട്രേഡിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫ്രീ ട്രേഡർ അല്ലെങ്കിൽ പോലും ഫ്രീ ട്രേഡിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. And 1840 parliamentary committee suggested that duties would be levied only on a small number of articles as the collection of customs and excise duty entailed heavy expenditures and little profit. അപ്പോൾ ഈ 1840 പാർലമെൻ്ററി കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് കുറേ സാധനങ്ങളുടെയൊക്കെ ഡ്യൂട്ടി ഒഴിവാക്കണം, ചില ആർട്ടിക്കിളുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഡ്യൂട്ടീസ് ഒഴിവാക്കണം എന്നാണ്. കാരണം അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും, പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പിന്നെ അതിലൂടെ ദ റിഡക്ഷൻ ഓഫ് ഡ്യൂട്ടീസ് ഓൺ മാനുഫാക്ചർഡ് ആർട്ടിക്കിൾസ് ടു 20% ഓഫ് റോ മെറ്റീരിയൽസ് ടു 5%, അങ്ങനെ 20%-ൽ നിന്നും 5% ആയിട്ട് അത് കുറച്ചു. In 1846 the duties on manufactured goods were lowered to 10% at the most. In 1846 മാനുഫാക്ചർഡ് ഗുഡ്സിൻ്റെ ഡ്യൂട്ടീസ് വീണ്ടും 10% ആയിട്ട് കുറയ്ക്കുകയുണ്ടായി. ഈ Laissez faire തിയറി, ഗ്ലാഡ്സ്റ്റോൺ കണ്ടിന്യൂഡ് ദിസ് പോളിസി ഓഫ് റെഡ്യൂസിങ് ആൻഡ് അബോളിഷിങ് ഡ്യൂട്ടീസ്. ഇത് ഡ്യൂട്ടീസ് മുഴുവനായിട്ട് അബോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു. 1860 ഡ്യൂട്ടീസ് ഓൺ മാനുഫാക്ചർഡ് ഗുഡ്സ് വിത്ത് ഓൺലി ഫ്യൂ എക്സെപ്ഷൻസ് വർ അബോളിഷ്ഡ് ഓൾ ടുഗദർ. അങ്ങനെ ചില സാധനങ്ങളുടെ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും ഡ്യൂട്ടീസ് ഒഴിവാക്കി. ദിസ് വാസ് അച്ചീവ്ഡ് ബൈ ദി കമേഴ്ഷ്യൽ ട്രീറ്റി ദാറ്റ് വാസ് കൺക്ലൂഡഡ് വിത്ത് ഫ്രാൻസ്. ഇത് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്തനുസരിച്ചിട്ടാണ്? ഫ്രാൻസുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തതിലൂടെയാണ് ഇത് അവർക്ക് സാധ്യമായത്. അങ്ങനെ ദ പ്രൊട്ടക്ഷൻ ഓഫ് നേറ്റീവ് മാനുഫാക്ചേഴ്സ് വാസ് അബാൻഡൺ. അപ്പോൾ ഈ നേറ്റീവ് മാർക്കറ്റ്സിൻ്റെ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ അബാൻഡൺ ചെയ്തു. ഇനി അടുത്ത ഫ്രീ ട്രേഡിൻ്റെ അടുത്ത സെക്കൻഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വാസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഷിപ്പിംഗ് ബൈ നാവിഗേഷൻ ലോ. നാവിഗേഷൻ ലോ കൊണ്ടുവരിക, വിച്ച് എക്സ്ക്ലൂഡഡ് ഓൾ നോൺ ബ്രിട്ടീഷ് ഷിപ്പിംഗ് ഫ്രം ക്യാരിയിങ് ദ ട്രേഡ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് overseas possession and limited the import of foreign goods to ships of England or the country from which the goods came. അതിൽ പറയുന്നത് എന്താ, ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമേ, ഇപ്പോൾ കോളനീസിലൊക്കെ ആണെങ്കിലും ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമാണ് അവർക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ പറ്റുള്ളൂ. കമേഴ്സ് ചെയ്യാനായിട്ട് ഇതിനും ഈ ബ്രിട്ടീഷ് ഷിപ്പുകളെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ആ ഒരു റെസ്ട്രിക്ഷൻ ഇവരെ കൊണ്ടുവന്നു. ബട്ട് ദ കൊറോളറി ഓഫ് ഫ്രീ കൊമേഴ്സ് വാസ് എ ഫ്രീ ക്യാരിങ് ട്രേഡ് ആൻഡ് ദെർഫോർ റിസൾട്ടഡ് ഇൻ ദ അബോളിഷൻ ഓഫ് നാവിഗേഷൻ ലോ. അപ്പോൾ ആ സമയത്താണല്ലോ ഈ ഫ്രീ ട്രേഡ് എന്നുള്ളത് ഇവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നാവിഗേഷൻ ലോ അവരെ അബാൻഡൺ ചെയ്യാണ് ചെയ്തത്. The first breach was caused by the secession of American colonies, and in 1850 ships belonging to England and the USA were accorded similar treatment. അപ്പോൾ അതുപോലെ തന്നെയാണ് ബ്രിട്ടൻ എങ്ങനെയാണോ അവരുടെ ഷിപ്പുകളിൽ മാത്രം കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്, സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അമേരിക്കയും പറയുണ്ടായി. പക്ഷേ രണ്ട് പേർക്കും ഒരേ രീതിയിലുള്ള സമീപനമാണ് കിട്ടിയത്. കാരണം അങ്ങനെ ആരും അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 1822 കോളനീസ് വർ അലൗഡ് ടു ഡയറക്ട്ലി ട്രേഡ് വിത്ത് ഫോറിൻ റീജിയൻസ്. 1822 കോളനികൾക്ക് ഫോറിൻ റീജിയൻസുമായിട്ട് ഡയറക്റ്റായിട്ട് ട്രേഡ് നടത്താം എന്നുള്ളത് വന്നു. 1825 ദ ഗവൺമെൻറ് വാസ് എംപവേർഡ് ടു കൺക്ലൂഡ് റെസിപ്രോക്കൽ കമേഴ്ഷ്യൽ ട്രീറ്റീസ് വിത്ത് അതർ കൺട്രീസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കുറച്ചും കൂടി എംപവേർഡായി, അവർക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രീറ്റീസ് സൈൻ ചെയ്യാനുള്ള ആ ഒരു അധികാരം ലഭിച്ചു. 1849 നാവിഗേഷൻ ലോസ് വർ ഓൾടുഗദർ റിപ്പീൽ. ഇംഗ്ലീഷ് പോർട്ട്സ് വർ ത്രോൺ ഓപ്പൺ ടു ഫോറിൻ ഷിപ്സ് ഫോർ ട്രേഡ്. ഇംഗ്ലീഷ് പോർട്ടുകൾ, ഇംഗ്ലീഷ് തുറമുഖങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു? ഫോറിൻ ഷിപ്സിന് അവിടേക്ക് വരാം, ഇവരുമായിട്ട് കച്ചവടം നടത്താം, അതിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. 1854 കോസ്റ്റിംഗ് ട്രേഡ് വാസ് ഓൾസോ ത്രോൺ ഓപ്പൺ. കോസ്റ്റിംഗ് ട്രേഡും കൂടെ ഓപ്പൺ ചെയ്തു. അങ്ങനെ ദസ് എ ഫർദർ സെറ്റ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ടു ഫ്രീ ട്രേഡ് വാസ് റിമൂവ്ഡ്. അങ്ങനെ ഫ്രീ ട്രേഡിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം 1854 മുഴുവനായിട്ടും
അത് എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു മാറ്റി. ഇനി ഫ്രീ ട്രേഡിലുള്ള ഒരു മെമ്മറബിൾ അല്ലെങ്കിൽ ഡ്രമാറ്റിക് എപ്പിസോഡ് എന്ന് പറയുന്നത് ദ റിപ്പീൽ ഓഫ് കോൺ ലോ ആണ്. ഇതിൽ പ്രൊട്ടക്ഷൻ ഫോർ അഗ്രികൾച്ചർ വാസ് അബാൻഡൻഡ് ബിക്കോസ് ദ കോൺ ലോസ് purported to protect agriculture interests, and because they had proved themselves inefficient even for this purpose, they became the main target for the supporters of free trade. അതായത് അഗ്രികൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതുമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് 1838 ആൻറ്റി കോൺ ലോ ലീഗ് ഫോം ചെയ്തു. ഇതിൽ വിത്ത് ദ എയിം ഓഫ് റിമൂവിങ് ദ കോൺ ലോ ഇൻ പെർട്ടിക്കുലർ. ഇത് തുടങ്ങിയത് കോൺ ലോ എന്ത് ചെയ്യാനായിട്ടാണ്, റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഫ്രീ ട്രേഡിലുള്ള ഒബ്സ്റ്റക്കിൾസ് മാറ്റുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ എയിം. From this beginning, the most sustained and intensive campaign of popular agitation that the first half of 19th century had known was launched. Throughout the country, large mass meetings were addressed by orators and the caliber of John Bright and Richard Cobden. അതായത് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ മാസ് മീറ്റിങ്ങുകളും അങ്ങനെ ഈ എന്താ പറയുക ഒറേറ്റേഴ്സ് പ്രാസംഗികരുടെ പ്രസംഗങ്ങളുമൊക്കെ ഈ ആൻറ്റി കോൺ നിയമത്തിന് എഗെയിൻസ്റ്റായിട്ട് വന്നു. ആൻഡ് ദ ഡോക്ട്രിൻസ് ഓഫ് ഫ്രീ ട്രേഡ് നോട്ട് ഇൻ ദർ അപ്ലിക്കേഷൻ ടു ദ കോൺ ലോസ് ബട്ട് ഇൻ ദർ ബ്രോഡ് സെറ്റ് ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻ ഫോർ നാഷണൽ പ്രോസ്പെരിറ്റി, പവർ ആൻഡ് പീസ് വാസ് ഡിസമിനേറ്റഡ്. അപ്പോൾ കോൺ ലോ ഒഴിവാക്കുക എന്ന് മാത്രമല്ല ഫ്രീ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക, അതാണ് അവരുടെ മെയിൻ എയിം ആയിട്ടുണ്ടായിരുന്നത്. ട്രേഡിൽ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും പാടില്ല. അപ്പോൾ അതിനിടയിൽ കുറേയധികം നിയമങ്ങൾ ഇങ്ങനെ വന്നു. അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തിനെയാണ്, ഫ്രീ ട്രേഡ് നടത്തുക, അതായത് യാതൊരു വിധത്തിലെ നിയന്ത്രണങ്ങളും ഇല്ലാതെ കച്ചവടം നടത്താൻ പറ്റണം എന്നുള്ളത് ആണ് ഈ ഫ്രീ ട്രേഡിലൂടെ പറയണം. അപ്പോൾ ലേസസ് ഫെയർ എന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ടിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുക്കിലുള്ള ലേസസ് ഫെയർ എന്നുള്ള ഒരു ഹെഡിങ് കണ്ടില്ലേ, അതിൽ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഫാക്ടേഴ്സ് ഇൻ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മാർക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം എഴുതിയാൽ മതിയാവും. അല്ല ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ പറഞ്ഞിട്ടുള്ള വേരിയസ് സ്റ്റേജസ്, ഫാക്ടേഴ്സ് ഇൻ ഫ്രീ ട്രേഡ്, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആൻറ്റി കോൺ ലോ വരേക്ക് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫില്ലേ അതുവരെയും നിങ്ങൾ എഴുതണം കേട്ടോ.